1, 2, 3. One, two, three, four. ഇന്ന് നടന്ന ഇന്റർ കോളേജിയറ്റ് ബോക്സിംഗ് മത്സരത്തിൽ ഈ കോളേജിന്റെ അഭിമാന താരമായ വിനോദ് വിജയിച്ചിരിക്കുന്നു. കലക്കി കളഞ്ഞു കേട്ടോ. രേവതി വരുന്നുണ്ട്. പെർഫോമൻസ് ഉഗ്രനായിരുന്നു. എന്റെ സമ്മാനമാണ്. താങ്ക് യു. എന്താ പരമുള്ള ചേട്ടൻ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നും പറയണ്ട മോനെ, എന്റെ മോക്ക് സുഖക്കിടുന്ന ഒരു കുറവുമില്ല. ആ ഡോക്ടറാണെങ്കിൽ ഒന്നും തീർത്ത് പറയുന്നുമില്ല. ആ വിവരമില്ലാത്ത ഡോക്ടറിനെ അടുത്ത് ആരെങ്കിലും കൊണ്ട് കൊച്ചിനെ ഏൽപ്പിക്കുവോ? പരമുള്ളേ, എന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ ചന്ത ഒരു വൈദ്യനുണ്ട്, ബഹുമെടുക്കണം. അയ്യോ, അബദ്ധം പറ്റല്ലേ, അയാൾ ആളെ കൊല്ലിയ. ഒന്ന് പോടാ അവിടുന്ന്, അതൊരു കൈപ്പശ വന്നുപോയല്ലേ. പരമുള്ള ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മോക്ക് പെട്ടെന്ന് സുഖാവും. പക്ഷേ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ആ വിജയം കൊണ്ടുവന്ന കാശ് മേടിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാ പോരായിരുന്നു. ആ കാശ് എനിക്ക് വേണ്ട. എന്റെ മോക്ക് ആരില്ലെങ്കിലും ഈശ്വരനുണ്ട്. യെസ്, വിക്രമൻ സ്പീക്കിംഗ്. റഹ്മാനാണ് സംസാരിക്കുന്നത്. പറഞ്ഞതുപോലെ രത്നങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ കാത്തിരിക്കും. കഴിയുന്നതും വേഗം വരണം. 1 മണിക്കൂറിനകം വിജയൻ എവിടെ എത്തും? ഓക്കെ. യു ആർ അണ്ടർ അറസ്റ്റ്. വിക്രമന് രത്നങ്ങളുമായിട്ടെത്തിയ റഹ്മാൻ പോലീസ് കസ്റ്റഡിയിലായി. വിക്രമനോട് പകരം വീട്ടാനുള്ള സന്ദർഭമാണിത്. അവന് വേണ്ടി വന്നിട്ടുള്ള രത്നങ്ങൾ നമ്മുടെ കയ്യിലെത്തണം. അത് എളുപ്പമാണോ സാർ? എളുപ്പമല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. വിക്രമനെ മാത്രമല്ല, പോലീസിനെയും നമുക്ക് നേരിടേണ്ടി വരും. എന്തിനേയും നേരിടേണ്ടതുപോലെ നേരിടാൻ ശീലിച്ചവനാണ് ശ്രീധരൻ. ഇന്നലെ ബോംബെ പാർട്ടിയുമായി നടത്തിയ ബിസിനസ്സിൽ വിക്രം മുതലാളി വളരെ സന്തുഷ്ടനാണ്. വിജയൻ ബോംബെയിൽ നിന്നും റഹ്മാൻ രത്നങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്കത് കൈമാറ്റം ചെയ്യണം. അത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. വീട്ടിന് പുറകെ റെഡിയായിട്ട് നിൽക്കണം. റഹ്മാനെ കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ എത്തും. ഓക്കെ.
സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ അനങ്ങിപ്പോകരുത്. ഐ എം സോറി. എന്റെ കൈക്കൊരു മുറിവ് പറ്റി. അടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ എന്നെ ഒന്നാക്കണം പ്ലീസ്. കയറിക്കൊള്ളൂ. ഇരിക്കൂ. ഇതാ ഡോക്ടറാണെന്ന് അറിഞ്ഞാലും കാറിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. നഴ്സ്, ഏത് ഹോസ്പിറ്റൽ? ഓക്കെ, ഞാൻ ഉടനെ അവിടെ എത്താം. വിജയൻ, ശല്യപ്പെടുത്തണ്ട. ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്. വിക്രമൻ അങ്കിൾ. ആ മാലതിയോ? വളരെ കാലമായല്ലോ കണ്ടിട്ട്. ഇദ്ദേഹം വിജയൻ എന്റെ ബിസിനസ് പാർട്ണറാണ്. ഓ. വീട്ടിൽ അച്ഛനും മറ്റും സുഖമല്ലേ? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. സോറി. മരിക്കുന്നത് വരെ വിക്രമൻ അങ്കിളിനെ കുറിച്ച് പറയുമായിരുന്നു. ആ, വിജയന്റെ മുറിവ് അല്പം സീരിയസ് ആണ്. ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവായതുകൊണ്ട് ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പോലീസ് കേസാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വിജയനെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ ഇത് എന്റെ ഒരു അപേക്ഷയായി കണക്കാക്കണം. പ്ലീസ്. ശരി. താങ്ക് യു.